ഋഷികേശിലെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഋഷികേശിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പിന്നെ കാര്യത്തിലേക്ക് എടുക്കാം. ഈ ഒരു വ്ലോഗിൽ ഞാൻ കാണിക്കുന്നത് പരമാത്മ നികേതൻ ആശ്രമവും അവിടുത്തെ ഗംഗ ആരതിയൊക്കെയാണ്. ഞാനിപ്പം നടന്നു പോകുന്ന ഈ ഒരു ബ്രിഡ്ജാണ് രാംജൂല. ശ്രീരാമനും ലക്ഷ്മണനും ഈ ഒരു പ്രദേശത്തൂടെ നടന്നെന്ന വിശ്വാസത്തിലാണ് ഇങ്ങനെയൊരു പേര്. ഈ ഒരു പാലത്തിനടുത്ത് കുറേ ആശ്രമങ്ങളുണ്ട്. സ്വർഗാശ്രമം, ഗീതാഭവൻ, പിന്നെ ഞാൻ ഇന്ന് പോകാൻ വിചാരിച്ച പരമാത്മ നികേതൻ. 2 ദിവസങ്ങളായിട്ട് പരമാത്മ നികേതൻ ആശ്രമത്തിൽ പോയ വീഡിയോസാണ് ഈ ഒരൊറ്റ വ്ളോഗിൽ ഞാൻ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് 2 ദിവസത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇവിടെ മെയിനായിട്ട് വരുന്നത് ഗംഗാരതി കാണാനാണ്. ആദ്യ ദിവസം വന്നപ്പോൾ ഗംഗാരതി മിസ്സായി. ഞാൻ എത്തുമ്പോഴേക്കും ഗംഗാരതി കഴിഞ്ഞു പോയി. ഒരു 6:30 ഒക്കെ ആണെന്ന് വിചാരിച്ചാണ് എത്തിയത്. ഇവിടെ ഇവിടെ കുറച്ച് നേരത്തെ ആരതി നടക്കാറുണ്ട്. ഒരു 5:45 തുടങ്ങിയിട്ട് 6:30 ആകുമ്പോഴേക്ക് കഴിയും. ഒരുപാട് ആൾക്കാർ ആരതി കാണാൻ ഈ വരുന്നൊരു ഘട്ട് കൂടിയാണ് ഈ ഒരു പരമാത്മ നികേതൻ. ആശ്രമത്തിൻ്റെ ഉള്ളും പരിസരമൊക്കെ ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആരതി കഴിഞ്ഞിട്ടും കുറച്ച് ആളുകളൊക്കെ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ പലരും ഗംഗയിലേക്ക് ഇപ്പോഴും പൂക്കളും വിളക്കൊക്കെ ഒഴുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കണ്ട വേറൊരു കാഴ്ചയാണ് കുക്കീസ്. തീയിൽ ബേക്ക് ചെയ്തിട്ട് ചൂടോടെ വെക്കുന്ന കുക്കീസ്. 3 ടൈപ്സ് കുക്കീസ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റ്, ബട്ടർ, പിന്നെ കോക്കനട്ട് കുക്കീസ്. അപ്പോൾ പിന്നെ ഇതൊന്നും ട്രൈ ചെയ്യാതെ വിചാരിച്ചു കുറച്ച് വാങ്ങിച്ച് കഴിച്ചു. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തണുത്തപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ പോയി, വലിയ രസം ഉണ്ടായിരുന്നില്ല. 3 ടൈപ്പ് കുക്കീസ് ഉള്ള ഒരു മിക്സഡ് പാക്കറ്റായിട്ടായിരുന്നു ഞാൻ വാങ്ങിച്ചത്. ഇനി അങ്ങോട്ട് കാണിക്കുന്നത് ഞാൻ സെക്കൻഡ് ഡേ പരമാത്മ നികേതൻ ആശ്രമത്തിൽ ഘട്ടിൽ വന്നിട്ട് ഗംഗാ ആരതി കണ്ട വീഡിയോസാണ്. അപ്പോൾ ഇന്ന് ഗംഗാ ആരതി മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പോൾ ഈ രാംജൂല വഴി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ കാണാൻ വരുന്നൊരു പൂജയാണ് ഗംഗാരതി. നമ്മുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും ഈ ഒരു ഗംഗാ ആരതി കാണേണ്ടതാണ്. അതിപ്പോൾ എവിടെയാണെങ്കിലും ഏതൊരു ഘട്ടിലാണെങ്കിലും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് കാണേണ്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.